ക്രിക്കറ്റ് നവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളെ മുതൽ IPL പൂരം തുടങ്ങുകയാണ്. ക്രിക്കറ്റ് പ്രേമികളൊക്കെ IPL ഒരു ആവേശത്തിലേക്ക് കടന്നിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ ഒരു പവർ റാങ്കിങ് അവതരിപ്പിച്ചാൽ എങ്ങനെയുണ്ടാവും? നമ്മുടെ അഭിപ്രായം നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ 10ാം സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്ന പവർ റാങ്കിങ്ങിൽ 10ാം സ്ഥാനത്ത് ഏറ്റവും കുറവ് കിരീട സാധ്യത കൊടുക്കുന്നത് രാജസ്ഥാൻ റോയൽസിനാണ്. രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ സീസണിലും അതിന് മുമ്പ് സീസൺ അത്ര വലിയ പെർഫോമൻസിലേക്ക് പോയിട്ടില്ല. ആ ശേഷം അവർക്ക് എന്താ പറയുക, അവർ ഇത് കെട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ കുമാർ സംഘക്കാരെ അവർ ഹെഡ് കോച്ചായിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സഞ്ജു സാംസൺ അവരെ ട്രെയിൻ ചെയ്തു, പകരം സാം കറിനെ രവീന്ദ്ര ജഡേജയും ടീമിലേക്ക് എത്തിച്ചു. പക്ഷെ സാം കറിന് ഇപ്പോൾ ഓൾറെഡി ഇഞ്ചുറി വിത്ത് റൂൾഡ് ഔട്ടായി. ജഡേജ പഴയ മികവിലുണ്ടോ ഇപ്പോൾ T20 ക്രിക്കറ്റ് എന്ന കാര്യത്തിൽ സംശയമാണ്. പിന്നെ ഷിംറോൺ ഹെറ്റ്മേറാണ് അവർക്ക് ഏക ഒരു വിദേശ ബാറ്റ്സ്മാനാണ്. അപ്പോൾ ഡൊണോവൻ ഫെരേര ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറയും, പക്ഷേ ഫെരേരയൊന്നും IPL ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല, ഇന്ത്യൻ കണ്ടീഷനിലും പ്രൂവ് ചെയ്തിട്ടില്ല. ഹെറ്റ്മയർ ആണ് അവർക്ക് ഒരു ആശ്വാസം. ഹെറ്റ്മയർ ഫോം ആയെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു സാധ്യതയുള്ളൂ. പിന്നെ ഇവർക്കിപ്പോൾ വൈഭവ് സൂര്യവംശി, ശശി ജയ്സ്വാൾ, നമ്മുടെ റയാൻ പരക് അങ്ങനത്തെ പ്ലേയേഴ്സൊക്കെയാണ് ബാറ്റിങ്ങിലുള്ളത്. ബൗളേഴ്സിൻ്റെ കാര്യത്തിലോ ജോഫർ ആർച്ചർ ഈ വേൾഡ് കപ്പിൽ നല്ലോണം റൺസ് ലീക്ക് ചെയ്തില്ലേ. രവി ബിശ്വ അദ്ദേഹത്തിന് പഴയ മികവിലൊക്കെ ഉണ്ടോ? സന്ദീപ് ശർമ്മയെ നമ്മൾ എഴുതി തള്ളാനില്ല. തുഷാർ ദേശ്പാണ്ഡെയൊന്നും വിക്കറ്റ് എടുക്കും, പക്ഷെ നല്ലോണം റൺസ് ലീക്ക് ചെയ്യും. അപ്പം എന്തായാലും അവർക്ക് നമ്മൾ ഏറ്റവും കുറവ് കിരീടത്തിന് 10ാം സ്ഥാനമാണ് കൊടുക്കുന്നത്. 9ാം സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്നതായിരിക്കാണ് അറിയോ ലക്നൗ സൂപ്പർ ജയൻസ്. ലക്നൌവിന്റെ കാര്യത്തിലേക്ക് അവരുടെ ബാറ്റിങ്ങിൽ ഇപ്പോൾ ടോപ്പ് ഓർഡർ ലീഡൻ മാർക്കറം, മിച്ചൽ മാഷെ, ഋഷഭ് പന്ത്, നിക്കോളാസ് പൂരെ. ഇപ്പോൾ പന്തിന് അവർ നമ്പർ 3 തന്നെ കളിപ്പിക്കുമെന്ന് അവരുടെ കോച്ച് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പന്തിന് നമ്പർ 3 കളിപ്പിക്കും, മാറ്റമില്ല. പക്ഷേ ഈ 4 പ്ലെയർ കഴിഞ്ഞ് പിന്നെ ആരുമില്ല. പിന്നെ ഇപ്പോൾ ആയുഷ് ബഡോനി, നമ്മുടെ അബ്ദുൾ സമദ്, ഷഹബാസ് അഹമ്മദ്, ഇങ്ങനത്തെ പ്ലെയറൊക്കെ വാൻഡോ ഹസരംഗയെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഹസരംഗക്ക് ഇഞ്ചുറി പറ്റിയിട്ടില്ലെങ്കിൽ അതിന് അഡ്വാൻറ്റേജ്, ഇഞ്ചുറി പറ്റിയാൽ പ്രശ്നങ്ങളാണ്. പിന്നെ ബോളേഴ്സ്, അതായത് ഫാസ്റ്റ് ബോളിങ്ങിൽ ഇപ്പോൾ മുഹമ്മദ് ഷമി ഉണ്ട്, നമ്മുടെ മായങ്ക് യാദവ്, ആവേശ് ഖാന്, അതുപോലെ മൊഹസിൻ ഖാൻ, ഇങ്ങനത്തെ പ്ലേയേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ ഇത് പ്രശ്നം തരും, ഇവരൊക്കെ ഇഞ്ചുറി ബ്രോഡ് പ്ലേയേഴ്സാണ്. ഷമി കഴിഞ്ഞ പോലെ സൺറൈസേഴ്സ് എന്താ ചെയ്തത്? ഷമി കഴിഞ്ഞ പോലെ നല്ലോണം റൺസ് ലീക്ക് ചെയ്തു. സൺറൈസേഴ്സ് കഴിഞ്ഞാൽ തോക്കാൻ തന്നെ കാരണം തോക്കാനുള്ള അവരുടെ ആ ബാക്കോട്ട് പോകാൻ കാരണം ഷമ്മിയുടെ ഫോമൗട്ടാണ്. അപ്പോൾ ഷമി ഇഞ്ചുറി പറ്റിയാൽ പ്രശ്നമാണ് എന്ന് അതായത് ഷമിക്ക് ഇഞ്ചുറി പറ്റിയില്ലെങ്കിൽ അതൊരു തിരിച്ചടിയാവും ആയിരിക്കും നമ്മുടെ LSGക്ക്. അപ്പോൾ 8ാം സ്ഥാനത്തേക്ക് നമ്മളിപ്പോൾ കൊണ്ടുവരുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെ. ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ അവരുടെ ജഡേജയും അതുപോലെ സാം കറിനൊക്കെ ട്രേഡ് ചെയ്ത് പകരം അവർ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസനെ കൊണ്ടുവന്നു. സാംസൺ ഇപ്പോൾ മിന്നുന്ന ഫോമിലാണ് കളിക്കുന്നത്, കിട്ടിലൻ ഫോമിലാണ് സാംസൺ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ, MSD അദ്ദേഹത്തിൻ്റെ ഒരു ലാസ്റ്റ് ഇയർ ആയിരിക്കുന്നു IPL കളിക്കുന്നതിൻ്റെ. അതായത് ഇപ്പോൾ 40-45 വയസ്സ് ആയി. അപ്പോൾ ഇനി എത്രത്തോളം പഴയ മികവിലേക്കൊക്കെ പോകാൻ പറ്റുന്ന കാര്യം സംശയങ്ങളുണ്ട്. പകരമായി ഇപ്പോൾ ജഡേജക്കും നമ്മുടെ സാം കറിനും പകരം പ്രശാന്ത് വീർ, കാർത്തിക് ശർമ്മ എന്നിവർ യങ് ടാലന്റ്, ഇന്ത്യൻ ടാലന്റിനെ അവർ ടീമിലേക്ക് എത്തിച്ചത്. പക്ഷെ ഇവർ ഫോം ആയെങ്കിൽ മാത്രമേ സാധ്യതയുള്ളൂ. അതിൻ്റെ ബൗളിംഗ് അത്ര വലിയ ബൗളിംഗ് ഒന്നുമല്ല. ഇപ്പോൾ കയ്യിൽ അത് അക്കീൽ ഹുസൈൻ, മാറ്റി ഇങ്ങനത്തെ പ്ലെയറൊക്കെയാണ് അവർക്കുള്ളത്. അപ്പോൾ നമ്മൾ അവർക്ക് 8ാം സ്ഥാനമേ അവർക്ക് കൊടുക്കുന്നുള്ളൂ. 7ാം സ്ഥാനത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ്. SRH സംബന്ധിച്ചിടത്തോളം കരുത്തുറ്റ ബാറ്റിംഗ് ഉണ്ട്, കരുത്തുറ്റ ബാറ്റിംഗ്. അപ്പോൾ അവരുടെ ഇപ്പോൾ ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, ഹെൻറി ക്ലാസ് ഇങ്ങനെ കരുത്തുറ്റ ബാറ്റിംഗ് ഉണ്ട്. പക്ഷെ അവരുടെ ബൗളിംഗ് അത്ര കരുത്തുറ്റതല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ പാറ്റ് കമിൻസ് തുടക്കത്തിലെ 4-5-6 മത്സരം കളിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങളാകും. ഇപ്പോൾ ഷമിയെ ട്രേഡ് ചെയ്തു, സാംബനെ റിലീസ് ചെയ്തു, ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അവരിപ്പോൾ പ്രധാനമായിട്ട് അവർക്ക് ബോളേഴ്സിൽ പേരറിയോ ഹർഷൽ പട്ടേൽ, ജയ്ദേവ് ഉണഡ്കട്ട്, നമ്മുടെ ശിവം മാവി, പിന്നെ റെസ്റ്റ് സ്പിന്നറായിട്ടുള്ള ഈ ഓപ്ഷൻ എത്തിച്ച ക്രേസ് പുളിയേറ്റ്, ഇങ്ങനത്തെ പ്ലേയേഴ്സൊക്കെയാണ് അവർക്കുള്ളത്. പിന്നെ ലിവിങ്സ്റ്റൺ ഇങ്ങനെ പ്ലേസ്. ലിവിങ്സ്റ്റൺ മോശമാണെന്നല്ല പറഞ്ഞത്, പക്ഷെ ലിവിങ്സ്റ്റൺ ഒന്നും ബൗളിങ്ങിന് അത്ര കപ്പാസിറ്റി തെളിയിച്ചിട്ടില്ല, ബാറ്റിങ്ങിനാണ്. ഒരു കരുത്തുറ്റ ബാറ്റിംഗ് ഉണ്ട്, ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ സംശയങ്ങളുണ്ട്. അപ്പോൾ 6ാം സ്ഥാനത്ത് നമ്മളിപ്പോൾ കൊടുക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. കൊൽക്കത്ത ഏറെ പ്രതീക്ഷയോടുകൂടി ഓപ്ഷനിൽ
അവർ വന്നതാണ്. അതായത് അവർക്ക് വേണ്ടുന്ന എല്ലാ കേപ്പബിലിറ്റീസ് ഫില്ല് ചെയ്തു. ഇപ്പോൾ മദീഷ പതിനെ എത്തിച്ചിട്ടുണ്ടായിരുന്നു, മുസ്തഫിസുർ റഹ്മാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നു, ക്യാമറോൺ ഗ്രീൻ, ഇങ്ങനെയുള്ള പ്ലേസൊക്കെ അവർ എത്തിച്ചു. പക്ഷെ പ്രശ്നം എന്താണെന്ന് അറിയോ, ഇപ്പോൾ നമ്മുടെ പതിനാലക്ക് ഏപ്രിൽ മാസം മൊത്തം പുറത്തിരിക്കേണ്ടി വരുന്ന റിപ്പോർട്ട്. അത് മാത്രമല്ല, നമ്മുടെ മുസ്തഫിസുർ റഹ്മാൻ്റെ ടീമിൽ നിന്ന് റിമൂവ് വേണ്ടിയും വന്നു. പകരം അവർ ബ്ലസ്സിംഗ് മുസറബാലിനെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ബാറ്റിംഗ് അടിപൊളി ബാറ്റിംഗ് ആണ്, ഫയർ പവർ ബാറ്റിംഗ് ആണ്. ടീം സൈഫേർട്ട്, മറ്റേ നമ്മുടെ ഫിന്നാലെ, രജിത് രവീന്ദ്ര, ഇങ്ങനെ ന്യൂസിലാൻഡ് ഫയർ പവേഴ്സും കൂടാതെ ക്യാമറോൺ ഗ്രീൻ സുനിമേനൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ സ്കോഡ് ഒരു ഏവറേജ് സ്കോഡാണ്. 6ാം സ്ഥാനമാണ് അവർക്ക് കൊടുക്കുന്നത്. 5ാം സ്ഥാനത്ത് നമ്മൾ ഗുജറാത്ത് ടൈറ്റൻസിന് കൊടുക്കുന്നു. ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു ടീമുണ്ട്. ഇപ്പോൾ അവരിപ്പോൾ നമ്മളെ ബട്ട്ലർ ഓൾറെഡി ടോം ബാൻഡർ എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, റാഷിദ് ഖാൻ അവിടെ ഉണ്ട്, നമ്മുടെ ഗാഗീസ് റബാഡിയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവർ നല്ല ടീമാണ്. പിന്നെ ശുഭ്മൻ ഗിൽ, സായി സുദർശൻ അങ്ങനെയുള്ള പ്ലേയേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ടീം മോശമില്ലാത്തൊരു ടീമാണ്, സ്കോഡാണ്. പക്ഷെ അവർക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ബട്ട്ലർ ഒഴികെ ബാക്കി ഇപ്പോൾ വിദേശ നേരെ ബാറ്റിംഗ് അത്ര വലിയ ഇതില്ല. അതായത് ഇപ്പോൾ ടോം ബാൻഡറൊക്കെ ഉള്ളത്. പിന്നെ അത് മാത്രമല്ല, അവർക്കിപ്പോൾ സായി സുദർശൻ ഗില്ലും ബട്ട്ലർ ഈ ടോപ്പ് ഓർഡർ ആയിട്ട്, പിന്നെ അവർക്ക് ബാറ്റിംഗ് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അവർക്കിപ്പോൾ നമ്മൾ 5ാം സ്ഥാനമാണ് നമ്മുടെ പവർ റാങ്കിൽ കൊടുക്കുന്നത്. 4ാം സ്ഥാനത്ത് മറ്റാരുമല്ല, ഡൽഹി ക്യാപിറ്റൽസ് ആണ്. ഡൽഹി സംബന്ധിച്ചിടത്തോളം കരുത്തുറ്റ ടീമുണ്ട്. അതായത് അവർ ഇത്ര കൊല്ലം കിരീടത്തിലേക്ക് എത്തിയിട്ടില്ല. അവർ ഈ സീസണിലെങ്കിലും അവർക്ക് ആ കിരീടത്തിൽ പോകാൻ പറ്റുമെന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് അവർ ഈ IPL ഇറങ്ങുന്നത്. അങ്ങനത്തെ അവർ ആരാധകർ വിശ്വസിക്കുന്നത്. ഇപ്പം ഡൽഹിയെ സംബന്ധിച്ച് 10 നിസാഗിനെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ സ്റ്റെപ്സ് ഓൾറെഡി അവിടെ ഉണ്ട്. ഡേവിഡ് മില്ലർ വരെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ബെൻ ഡെക്കറ്റ് എത്തിച്ചിട്ടുണ്ട്. ഡെക്കറ്റ് IPL കളിക്കില്ല എന്നൊക്കെ റിപ്പോർട്ട് വരുന്നുണ്ട്. അങ്ങനെ തോന്നുന്നു. അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി അറിയാനുണ്ട്. അതുകൊണ്ട് ബെൻ ഡെക്കറ്റ് സംശയങ്ങളുണ്ട്. എന്നാൽ പോലും അവരുടെ ടീം ശക്തമല്ലേ. പൃഥ്വി ഷോ, KL രാഹുൽ, അഭിഷേക് പൂർ, അക്ഷർ പട്ടേലൊക്കെ മിന്നുന്ന ഫോമിലല്ലേ ഇപ്പോൾ കളിക്കുന്നത്. അശുതോഷ് ശർമ്മ അവിടെ ഉണ്ട്. പിന്നെ ലുങ്കി NKD ഉണ്ട്, നടരാജനുണ്ട്, സ്റ്റാർക്ക് ഉണ്ട്, അവിടെ കുൽദീപ് ഉണ്ട്. അങ്ങനെയൊക്കെ കരുത്തുറ്റ ടീമാണ് ഡൽഹി പ്രാവശ്യം. 3ാം സ്ഥാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും അറിയോ, കഴിഞ്ഞ തവണത്തെ ചാമ്പ്യൻസ്, അതെ, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മിന്നുന്ന ടീമാണ്. അതായത് അവരുടെ കോറൊക്കെ അവർ നിലനിർത്തിയിട്ട് ഒരു ബാക്കപ്പ് ഓപ്ഷനാണ് അവരെടുത്തത്. അതായത് ഇപ്പോൾ അവരുടെ കോറൊക്കെ അവർ നിലനിർത്തി അവർ ബാക്കപ്പ് ഓപ്ഷൻ അവർ കൊണ്ടുവന്നു. ഇപ്പോൾ അവരുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇപ്പോൾ അവരിപ്പോൾ വെങ്കടേഷ് അയ്യർ അവർ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജേക്കബ് ബെത്തൽ അവിടെ ഉണ്ട്. പിന്നെ ക്യാമറൺ ഗ്രീൻ ഉണ്ട്, നവായ ഷെപ്പേർഡ് ഉണ്ട്. പിന്നെ ഹേസൽവുഡിന് പരിക്കാണ്. പക്ഷേ ഹേസൽവുഡ് തുടക്കത്തിൽ 2-3 മത്സരങ്ങൾ കളിക്കില്ല, ബാക്കി മത്സരങ്ങൾ കളിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ അതാണ് ഇപ്പോൾ അവരെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ബാംഗ്ലൂർ നല്ല കിരീട സാധ്യത ഇപ്രാവശ്യവും ഉണ്ട്. 2ാം സ്ഥാനത്ത് ആരാറിയോ, പഞ്ചാബ് കിങ്സ്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ കിരീടം ഇത്തവണ അവരെത്തിക്കുമെന്നുള്ള വിശ്വാസം ഒരു ആരാധകർക്കുണ്ട്. കാരണം അത്രയും മികച്ച ടീമല്ലേ അവർക്കുള്ളത്. പ്രിയാൻ ഷാരിയ, പ്രപ്സി മാക്സിംഗ്, നിഹാൽ വധേര, ശ്രേയസ് അയ്യർ, ഇങ്ങനെ അടങ്ങുന്ന ഇന്ത്യൻ കോറും, മിച്ച് ലോവൻ, മാർക്കസ് ടോയിൻ, സസ്മത്ത് റോബർട്ട്സൺ, മാർക്കോ യാൻസൺ, ഇങ്ങനെ എടുക്കുന്ന ഓവർസീസ് ഓൾറൗണ്ടേഴ്സ്, ഇതൊക്കെ അവരുടെ സ്ട്രെങ്ത് അല്ലേ. പിന്നെ ഹർപ്രീത് ബറിംഗ്, യുസ്വേന്ദ്ര ചഹൽ, അർഷദീപ് സിംഗ്, ഇതാണ് ഒരു ടീം. ഇത്രയും മികച്ച ടീം അവർക്കില്ലേ. അപ്പോൾ അവരുടെ കിരീട സാധ്യത നല്ലോണം കൂടുതൽ. നമ്മൾ അവർക്ക് 2ാം സ്ഥാനം കൊടുക്കുന്നു. 1ാം സ്ഥാനത്ത് സാക്ഷാൽ മുംബൈ ഇന്ത്യൻസിന്, ദൈവത്തിന്റെ പോരാളികൾക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. അത്രയും മികച്ച ടീം. കാരണം നിങ്ങൾ നോക്കുക, രോഹിത് ശർമ്മ, ക്വിന്റൻ ഡിക്കോക്ക്, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, നമ്മുടെ ഹാർദിക് പാണ്ഡ്യ, വിൽ ജാക്സ്, മിച്ചിൽ സാനർ, ഷർഫീൻ റുദർഫുഡ്, ഇതെന്തൊരു ടീമാണ്. ബൗളിംഗോ ബോൾട്ട്, ബുംബ്ര, ദീപക് ചഹർ, ഷാർദുൽ താക്കൂർ, ഇങ്ങനെ അടങ്ങുന്ന ബൗളേഴ്സും. കാരണം അവരുടെ ടീം അത്രയും മികച്ച ഡെപ്തുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്കോഡാണ്. അവർക്ക് നമ്മൾ പിന്നെ ഒരു മാർക്കണ്ടേ തിരിച്ച് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുകൂടി പറയാൻ പറ്റിയ കാര്യമാണ്. അപ്പോൾ ഈ ടീമുകളൊക്കെ എന്താണ് ഈ വീക്ക്നെസ് ഒന്നുമില്ല. അപ്പോൾ അവർ കിരീട സാധ്യത, അവർക്ക് നല്ല കിരീട സാധ്യത കാണുന്നുണ്ട്. അവർക്ക് 1ാം സ്ഥാനം നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ പെട്ടെന്നൊന്നും പറഞ്ഞിട്ട് പോകാം. 10ാം സ്ഥാനത്ത് നമ്മൾ നമ്മുടെ രാജസ്ഥാൻ റോയൽസിനെ കാണുന്നു. 9ാം സ്ഥാനത്ത് ലക്നൗ സൂപ്പർ ജയൻസിനെ കാണുന്നു. 8ാം സ്ഥാനത്ത് ചെന്നൈ സൂപ്പർ കിങ്സ്. 7ാം സ്ഥാനത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ്. 6ാം സ്ഥാനത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. 5ാം സ്ഥാനത്ത് നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസ്. 4ാം സ്ഥാനത്ത് ഡൽഹി ക്യാപിറ്റൽസ്. 3ാം സ്ഥാനത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. 2ാം സ്ഥാനത്ത് പഞ്ചാബ് കിങ്സ്. 1ാം സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസ്. ഇതാണ് നമ്മുടെ പവർ റാങ്കിങ്. നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണ് നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുമായി നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും.